ഹായ് ഹലോ എല്ലാവർക്കും വർഷ രഞ്ജു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അരിക്കൊഴക്കട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കൊഴക്കട്ട ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാവുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് അരിപ്പൊടിയാണ്. സാധാരണ ഇടിയപ്പം പത്തിരിപ്പൊടിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാനിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മെഷർമെൻറ്റ് കപ്പിൽ 240 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 കപ്പ് അരിപ്പൊടി നമുക്ക് കിട്ടുന്ന, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മേജർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഞാനതിലേക്ക് 3 കപ്പിന് എനിക്കതേ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതിന് മാവ് കുഴയ്ക്കുന്നത്. അപ്പോൾ ഓരോ ബ്രാൻഡിന് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രാൻഡിനനുസരിച്ചിട്ട് എനിക്ക് 4 കപ്പ് വെള്ളം, 3 കപ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളം മതി. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓണാക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലോട്ട് ഗീ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ഗീ ആണ്. ഗീ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഗീയും വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്കിത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നനച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് 3 കപ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത്. ചില ബ്രാൻഡിന് വെള്ളം കൂടിയേക്കാം, ചിലപ്പോൾ അതേ ലെവലിൽ തന്നെ അരിപ്പൊട്ടിൽ അതേ ലെവലിൽ തന്നെ വെള്ളം മതിയാവും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നോക്കി നോക്കാം കേട്ടോ. ഓരോ ബ്രാൻഡിന് നമുക്ക് എത്ര വെള്ളം വേണ്ടത് കുറേശ്ശെ നനയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇടിയപ്പം മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം നമ്മളത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് ആ ചൂടിൽ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഞാനത് മൂടി വയ്ക്കാൻ പോവുകയാണ്. ഒരു 2 മിനിറ്റ് നമുക്കിതിങ്ങനെ മൂടി വയ്ക്കാം. അപ്പോൾ ഈ ആവിയിൽ ഇപ്പോൾ 2-3 മിനിറ്റ് നേരം നമുക്കിത് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതങ്ങനെ വെള്ളം ചൂടോട് കൂടിയിട്ട്, അതായത് ഈ ചൂടിൽ നമുക്കിത് മൂടി വയ്ക്കണം. അതായത് 2 മിനിറ്റ് നേരം നമുക്കിത് ഈ ആവിയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ കവർ ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം ഒരു 2 മിനിറ്റ് നേരം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയൊരു ചൂടുള്ള നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് കുഴച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനത് മാവ് നല്ലതുപോലെ കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലോട്ടുള്ള ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൽ 2.5 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈങ് പാനിലോട്ട് 1 കപ്പ് ശർക്കര, മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ശർക്കര, ഞാൻ ജാഗരി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇതൊന്ന് മെൽറ്റാവുന്ന വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്ക് പരുവത്തിൽ വേണം കേട്ടോ വരാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ 2.5 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം.
നമുക്കിനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുകയാണേ. ശർക്കരയും തേങ്ങയും കൂടി നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മധുരമൊക്കെ ഒരുപാട് വേണ്ടവർ അതിനനുസരിച്ച് മധുരം കൂട്ടിയെടുക്കുക. ഇവിടെ ഒരു മീഡിയം മധുരമാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു കപ്പ് എന്നുള്ള 1.25 കപ്പ് വരെ മധുരം വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് എടുത്തെന്ന് മാത്രം. ഒരു കപ്പ് ഇവിടെ കറക്റ്റാണ്. പിന്നെ ചില ആളുകൾക്ക് മധുരം മുന്തി നിൽക്കുന്നതൊക്കെ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് 1.25 കപ്പ് വരെ നമുക്ക് ജാഗരി പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണേ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലോട്ട് 1/2 ടീസ്പൂണ് നല്ല ജീരകം ചതച്ച് ചേർക്കുന്നുണ്ട്. നമ്മൾ കല്ലിൽ ചതച്ചാണ് ചേർക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫൈൻ പൗഡർ ആക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ചതച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫൈൻ പൗഡർ ആക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ച് എടുക്കുക. എങ്കിൽ മാത്രമേ ഈ തേങ്ങയിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചതച്ച ചേരുവയും കൂടി ചേർത്ത് നന്നായിട്ടാണ്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഈ മാവ് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടാം. ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളയാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാം ഉരുട്ടി ഉരുളകളാക്കിയിട്ട് കൊണ്ടുവരാം. ഞാനിതാ മുഴുവൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് എങ്ങനെയാണ് നിറയ്ക്കുന്നത് നോക്കാം. നല്ലൊരു ബൗളിൽ സ്വല്പം വെള്ളം എടുത്ത് വയ്ക്കാം. കൈ അതിലൊന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ഒരു ഉരുള എടുത്ത് പതുക്കെ നമ്മൾ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് പതുക്കെ അതിൻ്റെ ഉള്ളൊരു കുഴിയാക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ശരിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് നന്നായി അമർത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം കൈയൊന്ന് നനച്ച് പതുക്കെ അത് റൗണ്ട് ചെയ്ത് അതിൻ്റെ മുഴുവൻ കവർ ചെയ്തതിന് ശേഷം പതുക്കെ ഉരുട്ടി ഇത് ഷേപ്പ് ചെയ്ത് ബൗളാക്കി എടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉരുളകളാക്കി എടുക്കാം. കൊഴുക്കട്ട എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീമറിലോട്ട് വെക്കാം. ഈ സമയം കൊണ്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കൊഴുക്കട്ട ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. മുഴുവൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. 15 മിനിറ്റ് നേരം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ് നേരം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ പൊടി വാട്ടി എടുത്തതുകൊണ്ട് തന്നെ ഇനി ഇത് വേവാൻ അധികം സമയം വേണ്ട. അപ്പോൾ 15 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റീം ചെയ്യാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളെ കൊഴുക്കട്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.